ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ കുറേ ദിവസമായിന് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഞാനും ഉമ്മയും നേരത്തെ നീച്ചിട്ട് അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുടിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനും താത്താരും വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മായിയുടെ മക്കളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ താത്താനും കുഞ്ഞോളിനൊക്കെ താത്തായുടെ മകളിനൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ട് നമ്മൾ ബർത്ത്ഡേ കഴിക്കുന്നുണ്ട്. 10 വയസ്സ് വരെയാണ് കേട്ടോ മോനക്ക് കോഴിനെ ഒഴിഞ്ഞിട്ട് മൗലൂദ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോഴിനെ നേരത്തെ തന്നെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്നു, വളർത്തുണ്ടായിരുന്നു കേട്ടോ. കുടിയിൽ നിന്ന് കൊടുന്നതായിരുന്നു. പത്തിരിപ്പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെളുത്തിട്ട് കോഴിനെ ഇറക്കുള്ളൂ. ഉസ്താദ് 10 മണിയാകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കോഴിനെ ഇറക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ അതാ മൂത്തവൾക്ക് മദ്രസ 10 മണിക്കാണ്, 5ാം ക്ലാസ്സിലായ കാരണം. അപ്പോൾ ചെറിയവൾക്ക് 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഓളെ ആദ്യം കൊണ്ടാക്കണം കേട്ടോ. ഞാനെ കൊണ്ടായി കൊടുക്കും അല്ലേ. താത്തല്ലാത്ത കാരണം എനിക്ക് ഒരു രസമില്ല. അങ്ങനെ വറുത്തുക. ബബ്ബ എവിടെ? ബാബ എവിടേക്ക്? മദ്രസ വന്ന് മോളാക്കി വരുമ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മല്ലിയിലും പിന്നെ കുറച്ച് വേപ്പിൻ്റെലും ഗരം മസാലയും പിന്നെ മാങ്ങ ഇട്ടിട്ട് ചോറുക്ക് കറി വെക്കാനും മാങ്ങാപ്പുളി വെക്കാനും വേണ്ടിയിട്ട് ചെമ്മീനും മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കാനത് കറി ഉണ്ടല്ലോ. അപ്പോൾ അത് വെക്കാനും ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിക്കുള്ള ഉള്ളിയാണ് ഞാൻ വാട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 10 മണിയാകുമ്പോഴത്തേനും വരും. അപ്പത്തേനും വേഗം പണികൾ കഴിക്കണം കേട്ടോ. അപ്പോൾ വേഗത കോഴിൻ്റെ അത് കഴുകാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആക്കി നേരാക്കി വെച്ചിട്ടുണ്ട് വാട്ടാനൊക്കെ. ചിക്കൻ കറി ഇതാ കുക്കറിൽ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറുക്ക് നമ്മൾ ചെമ്മീനും മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ട് പിന്നെ വെറും ചോറയ്ക്ക് ഉപ്പേരിയും കാബേജ് ഉപ്പേരിയും ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പത്തിനൊക്കെ. അപ്പോൾ ഇതാണ് മോനക്ക് വാങ്ങിയ ഡ്രസ്സ് കേട്ടോ. കുട്ടികൾക്ക് മദ്രസയ്ക്ക് 2 തട്ടും അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 കൂട്ട് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബനിയനും ഷർട്ടും പിന്നെ ഒരു പാൻറ്റും ഇട്ടാ. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഇട്ട് ഓനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെഡിയാക്കിട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. പുതിയ പായിട്ടാ എടാ എവിടെ പായി ഐസ് എന്തെങ്ങനെ പിടിക്കണേ? ഇറങ്ങി പോകണ്ട പാൻറ്? പോക്കറ്റ് ഉണ്ടോ? المصطفى المختار خير البرية وأيوب إذ ناداه في حال شدة ونجاه من مس وكرب وعلة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فسخر داعولا جبالا مسبحا مع الواحدة الزرد العين الثقيلة صلاة കേറിയോ? അത് കഴിഞ്ഞിട്ട് പോകാൻ പല ശരിയായിരിക്കും. ഭർത്താവ് അമ്മായിയുടെ മകൻ ഹലോ, എവിടെയാണ് നക്കാക്കട വറുത്തിട്ടുണ്ടാ? വറുത്തിട്ടുണ്ടാ? എവിടെ ഓളെവിടെയാ? പിച്ച എവിടെ? പച്ച എവിടെ? ഹെസ എവിടെ? സൻതാത്ത മദ്രസയിൽ പോയില്ലേ? എന്നിട്ടാ ചുരുങ്ങാതിരുന്ന് ഈ ഡ്രസ് ഉണ്ടായിട്ട് അതിനകത്ത് സങ്കടപ്പെട്ടായിരുന്നു സ്വത്തുമണി. എന്താണ് അക്കക്കട? പിച്ച പാപ്പ തിന്നാ മമ്മന്തിയാ എന്താ കുത്തിരിക്കണ്? പാപ്പ തിന്നെ ബാലവാടിന്ന് എങ്ങനെ തിന്നാ? അങ്ങനെ തിന്നു. പിച്ച തിന്നണ മാതിരി തിന്നിട്ടാ. ഇവിടെ കക്കാക്ക തിന്നണ്. പൈലാക്കല്ലട്ടാ ഐസുവാ. അപ്പോൾ അത് ബിരിയാണി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് ലഡുവാണ്. ഇത് കുഞ്ഞോൾ താത്ത കൊടുന്നത് ലഡു. പൊടിയും അമ്മ തരാ. അമ്മ തര പൊടിയേ എടുത്തിട്ടാ ഇറമ്പ് വരും. അമ്മ തര അത് പൊട്ടിച്ചിട്ട് ഓരോന്നും എല്ലാവർക്കും കൊടുക്കും. മക്കൾക്കൊക്കെ കൊടുക്കും. കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇജ്ജ് കുട്ടിയല്ലല്ലോ. ഇജ്ജ് കുട്ടികളുടെ മൂത്തതല്ലേ. പിന്നെ അത് ഉസ്താദ് ഇല്ല കേട്ടോ ചോറ് കഴിക്കാൻ. ഉസ്താദ് ചായ കുടിച്ചിട്ട് പോയി. പിന്നെ നമ്മളെല്ലാവർക്കും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുക്കലൊക്കെ വീണ്ടും മക്കളായിട്ട് ഞങ്ങൾ പോവുകയാണ്. പട്ടാമ്പിക്കാണ് പോകണം കേട്ടോ. മോൻക്ക് ഒരു സർപ്രൈസ് വാങ്ങിക്കൊടുക്കാൻ കുറേ ആയി പറയണ്.
അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പട്ടാമ്പിക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോനക്ക് എന്താ വാങ്ങിക്കൊടുക്കണമെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ അവനക്ക് എന്താ വാങ്ങിക്കൊടുത്തതെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.